വെൽക്കം ടു SJ അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത്. അപ്പൊ ഇതെന്താണ്? പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഇതില് ഓപ്ഷൻസ് 2 വട്ടമെങ്കിൽ നമ്മൾ റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താനായിട്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഓരോ ഓപ്ഷനും കാണുമ്പോൾ ഇതാണോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ പെഡഗോജി ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതില് ഓപ്ഷൻ എ എന്താണ്? സ്പെഷ്യൽ സ്കൂളുകളിൽ മാത്രം. ഓപ്ഷൻ ബി ജനറൽ സ്കൂളിൽ സ്പെഷ്യൽ അധ്യാപകരെ ഉപയോഗിച്ച്. ഓപ്ഷൻ സി സ്പെഷ്യൽ സ്കൂളുകളിൽ ജനറൽ സ്കൂളിലെ അധ്യാപകരെ ഉപയോഗിച്ച്. ഓപ്ഷൻ ഡി ജനറൽ സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ച്. ഈ ഓപ്ഷൻസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടോ? അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജനറൽ സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ച്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പെഡഗോജി ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വീരു എന്ന 6ാം ക്ലാസ്സുകാരൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും കെട്ടിടങ്ങളുടെ മാതൃക ഉണ്ടാക്കുന്നതിലും അതീവ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്നു. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയുടെ വിവിധ രീതികൾ അനുസരിച്ച് ഏതുതരം ബുദ്ധിയാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പ്രകൃതിപര ബുദ്ധി. ഓപ്ഷൻ ബി ശാരീരിക ചലന ബുദ്ധി. ഓപ്ഷൻ സി യുക്തിപര ഗണിതപര ബുദ്ധി. ഓപ്ഷൻ ഡി ദൃശ്യ സ്ഥലപര ബുദ്ധി. ആൻസർ കമന്റ് ചെയ്യുക. താങ്ക്